ഒരു ദിവസം മാത്രം വാലിഡിറ്റിയുള്ള ഒരു സാധനമാണല്ലോ ഈ ന്യൂസ് പേപ്പറൊക്കെ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടും, അതല്ലെങ്കിൽ വല്ല സഞ്ചിയിലാക്കി വെക്കും, എല്ലാ ആക്രിക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം, അതല്ലെങ്കിൽ കത്തിക്കാനെടുക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ന്യൂസ് പേപ്പറിനെ വായിച്ചതിന് ശേഷം. അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഉഗ്രം ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ലിച്ചി കുടിച്ചിട്ട് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ലിച്ചി എവിടെ മുറിക്കണം എന്നുള്ളൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഏതാണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമില്ല, ഏതാണ്ട് ഒരു ഊഹത്തിലാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഒരു പോർഷൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ മെല്ലെ മെല്ലെ എല്ലാ പേപ്പറുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടക്കി വെച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്പീഡ് കൂടി എല്ലാം പെട്ടെന്ന് കുത്തി നിറച്ച് അത് മുഴുവൻ ഫില്ല് ചെയ്തു. ഡപ്പ മുഴുവൻ ഫില്ല് ചെയ്തിട്ട് രണ്ട് എൻഡും നല്ലോണം സെയിം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് സൈഡും ഒന്നും കൂടി ഉറപ്പാക്കിയിട്ട് നമ്മൾ പശയൊക്കെ വെച്ചിട്ട് നല്ല ക്ലിയർ ആക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കരടിക്കുട്ടനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടാനാണ് ഞാൻ ഈ കുപ്പിയുടെ ഫ്രണ്ട് ഭാഗം തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയൊരു വട്ടം ചെറുതാണല്ലോ ഫ്രണ്ട് ഭാഗത്ത്, വലുതായിരിക്കും ബാക്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് ഭാഗം മുറിച്ചെടുത്തത്. ഇനി നമ്മൾ നന്നായി പശയൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ അടുത്ത പണി. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുട്ടികളുടെ ഹെയർ ബാൻഡിൻ്റെ മുകളിലുണ്ടാകുന്ന ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊരു പോർഷനാണ്. അപ്പോൾ അതെന്തായാലും ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടാണ് കുപ്പി ചെറിയൊരെണ്ണം സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി അങ്ങനെ നോക്കിയപ്പോൾ കാൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു. അപ്പോൾ ഇതുപോലെ കളർ പെൻസിലായിരുന്നു, കളറില്ലാത്ത കുറച്ച് കളർ പെൻസിൽ. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ വെട്ടിയെടുത്ത് 4 ഒരേപോലത്തെ പീസാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത ശ്രമം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായി പശ വെച്ചിട്ട് 4 കാലുകളും ഇതുപോലെ ബ്രൗൺ കളറിൽ നമ്മളിങ്ങനെ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഹാഫ് വേ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായി സൂക്ഷിച്ചിട്ട്, നല്ല കൈയൊക്കെ ഒട്ടി പിടിക്കുന്ന ഗമ്മാണ്. അപ്പോൾ നന്നായി സൂക്ഷിച്ചിട്ട് കുറച്ച് തന്നെ യൂസ് ചെയ്ത് നന്നായി പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ 2 കാലുകൾ അതുപോലെ 4 കാലൊക്കെ കറക്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നന്നായി സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ബോഡിയുടെ കൂടി ബാക്കിയുള്ള ആ ബ്രൗൺ കളർ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ പോർഷനും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഇത് അസൽ കരടിക്കുട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെവി കൂടി വേറൊരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെവിയും കൂടി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. കണ്ണ് നമ്മൾ ഒരു പേപ്പറിലാണ് കേട്ടോ വരച്ചെടുക്കാൻ പോകുന്നത്. 2 ഉണ്ട കണ്ണുകൾ വരച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂക്കിൻ്റെ മുകളിലും ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയപ്പോൾ ഏതാണ്ട് കരടിക്കുട്ടിൻ്റെ ശരിയായിട്ടുണ്ട്. ഇനി ചെറിയൊരു മോഡിഫിക്കേഷൻ ചെവി കൂടി ഞാനൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താൻ പറ്റുമല്ലേ. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്തിയിട്ട് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി കാലിൻ്റെ നഖം കൂടി സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ തന്നെ ഒരു വൈറ്റ് പോർഷൻ മുറിച്ചെടുത്തിട്ട് 4 വിരലുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് നഖം പോലെ. അത്രയപ്പോൾ നമ്മുടെ കരടിക്കുട്ടൻ എന്താ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടാൽ മറക്കരുത്. അടിഭാഗം നമ്മളൊരു ബ്രൗൺ ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.